ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായരുടെ ചരിത്രത്തിലൂടെ ഒരു തീർത്ഥാടനം നമ്മൾ നടത്തുകയാണല്ലോ. തങ്ങളെ കടുത്ത മതമർദ്ദനത്തിന് വിധേയരാക്കിയ സെലൂസിഡ് സാമ്രാജ്യത്തിന് നേരെ മക്കബായർ നടത്തിയ ചെറുത്തുനിൽപ്പ്, യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിൽ അവർ നടത്തിയ യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങളിൽ ദൈവം അവർക്ക് നൽകിയ വിജയങ്ങൾ, പലപ്പോഴും അവിശ്വസനീയമായ വിജയങ്ങൾ, അസാധ്യം എന്ന് തോന്നിപ്പിക്കും വിധമുള്ള യുദ്ധവിജയങ്ങൾ, ഇവയുടെ കഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സെലൂക്യ സൈന്യത്തിൻ്റെ ജനറലായിരുന്ന ഗോർജിയാസ് വലിയൊരു സൈന്യവുമായി മിസ്പായിൽ സമ്മേളിച്ചിരുന്ന യഹൂദരെ, മക്കബായരെ ആക്രമിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നതും, പക്ഷെ പിന്നീട് യൂദാസ് മക്കബേയൂസിൻ്റെ ബുദ്ധിപരമായ ചില യുദ്ധനീക്കങ്ങളിലൂടെ, യുദ്ധതന്ത്രങ്ങളിലൂടെ ശത്രു സൈന്യം പാളയമടിച്ചിരുന്ന എമ്മാവൂസിലേക്ക് കടന്നു ചെന്ന് ശത്രു സൈന്യത്തിൻ്റെ പാളയത്തെ തന്നെ ആക്രമിച്ചുകൊണ്ട് ശത്രു സൈന്യത്തെ ഭയപ്പെടുത്തി അവർ പിൻവാങ്ങേണ്ടി വന്ന അവസ്ഥ. അങ്ങനെ അത്ഭുതകരമാം വിധം യൂദാസ് മക്കബേയൂസും കൂട്ടരും ഗോർജിയാസ് എന്ന സൈനിക തലവനും സെലൂക്യ സൈന്യത്തിനും മേൽ നേടുന്ന വിജയത്തിൻ്റെ കഥയാണ് നമ്മൾ കണ്ടത്. ഈ വിവരം ഗോർജിയാസിനും സെലൂക്യ സൈന്യത്തിനും മേൽ യൂദാസ് മക്കബേയൂസിൻ്റെ യഹൂദരുടെ സൈന്യം നേടിയ വലിയ വിജയത്തെക്കുറിച്ചുള്ള വാർത്ത സെലൂക്യരുടെ കാതുകളിലെത്തി. അവരുടെ രാജ്യ ഉപദേഷ്ടാക്കളുടെ, നേതാക്കന്മാരുടെയൊക്കെ ചെവിയിൽ ഈ വാർത്തയെത്തി. അന്ത്യോക്യസ് എപ്പിഫാനസ് നാലാമൻ രാജാവിൻ്റെ റീജൻ്റായിരുന്ന ലിസിയാസിൻ്റെ ചെവികളിലും ഈ വാർത്ത എത്തുകയാണ്. പ്രത്യേകിച്ചും യൂദാസ് മക്കബേയൂസിൻ്റെ സൈന്യത്തെ കണ്ട് പേടിച്ചോടിയ സെലൂക്യ സൈന്യത്തിലെ ചിലർ തിരികെ ചെന്ന് ഈ കഥകളൊക്കെ വിശദീകരിക്കുകയാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് മക്കബായരുടെ പുസ്തകം തന്നെ വായിച്ച് കൊണ്ട് മനസ്സിലാക്കാം. 1 മക്കബായരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വിദേശീയരിൽ രക്ഷപ്പെട്ടവർ ലിസിയാസിൻ്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. അവൻ പരിഭ്രാന്തനും നഷ്ടധൈര്യനുമായി. കാരണം താൻ ഉദ്ദേശിച്ചതുപോലെ ഇസ്രായേലിനെ തോൽപ്പിക്കുന്നതിനോ രാജാവ് തന്നോട് കൽപ്പിച്ച പ്രകാരം കാര്യങ്ങൾ നടത്തുന്നതിനോ അവന് സാധിച്ചില്ല. എന്നാൽ അടുത്ത വർഷം യഹൂദരെ കീഴ്പ്പെടുത്താൻ 60,000 ധീരയോദ്ധാക്കളെയും 5,000 കുതിരപ്പടയാളികളെയും അവൻ സജ്ജമാക്കി. അവർ ഇദുമയായിലെ ബത്സൂറിൽ എത്തി പാളയമടിച്ചു. യൂദാസ് 10,000 പേരോടുകൂടെ അവനെ നേരിട്ടു. ശത്രുസൈന്യം ശക്തമാണെന്ന് കണ്ട് അവൻ പ്രാർത്ഥിച്ചു, ഇസ്രായേലിൻ്റെ രക്ഷക, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദാസനായ ദാവീദിൻ്റെ കരത്താൽ ശക്തനായ പോരാളിയുടെ ആക്രമണം തകർക്കുകയും സാവൂളിൻ്റെ പുത്രനായ ജോനാഥൻ്റെയും അവൻ്റെ ആയുധവാഹകൻ്റെയും കരങ്ങളിൽ അങ്ങ് ഫിലിസ്ത്യരുടെ പാളയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. അതുപോലെ അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ കൈകളിൽ
ഈ സൈന്യത്തെ ഏൽപ്പിച്ചു തരണമേ. അവർ തങ്ങളുടെ പട്ടാളത്തെയും കുതിരപ്പടയെയും കുറിച്ച് ലജ്ജിതരാകട്ടെ. ഭീരുത്വം കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവരുടെ ആത്മധൈര്യത്തെ കെടുത്തിക്കളയണമേ. തങ്ങളുടെ നാശത്തെ ഓർത്ത് അവർ വിറകൊള്ളട്ടെ. അങ്ങയെ സ്നേഹിക്കുന്നവരുടെ വാളിന് അവരെ ഇരയാക്കണമേ. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയെ പാടിപ്പുകഴ്ത്തട്ടെ. തുടർന്ന് ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടി. ലിസിയാസിൻ്റെ സൈന്യത്തിൽ 5000 പേർ കൊല്ലപ്പെട്ടു. തൻ്റെ പട്ടാളത്തിൻ്റെ പതനവും ധീരമായി ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യാനുള്ള യഹൂദ സൈന്യത്തിൻ്റെ സന്നദ്ധതയും കണ്ട് ലിസിയാസ് മുൻപത്തേക്കാൾ വലിയൊരു സൈന്യത്തോടുകൂടെ യൂദയ ആക്രമിക്കാൻ തീരുമാനിച്ചു. അവർ അന്ത്യോക്യായിൽ ചെന്ന് ഒരു കൂലിപ്പട്ടാളത്തെ ശേഖരിച്ചു. ഒരു വർഷത്തിന് ശേഷമാണ് അന്ത്യോക്യസ് എപ്പിഫാനസ് നാലാമൻ്റെ റീജൻ്റ് കൂടിയായിരുന്ന ലിസിയാസ് ഒരു പ്രത്യാക്രമണത്തിന് മുതിരുന്നത്. എന്തുകൊണ്ടാണ് ഒരു വർഷം ഇയാൾ കാത്തു നിൽക്കുന്നത്? വളരെ നീണ്ട ഒരു കാലയളവാണ് ഒരു വർഷം ഒരു പ്രത്യാക്രമണത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. കൃത്യമായ ഒരു ഉത്തരം നമുക്കില്ല എന്തുകൊണ്ടാണ് ഇത്രമാത്രം കാലദൈർഘ്യം വന്നത് എന്നതിന്. ഏതായാലും ഈ സമയത്തിനിടയിൽ രണ്ട് കൂട്ടരുടെയും, സെലൂക്യ സൈന്യത്തിൻ്റെയും മക്കബായരുടെയും സൈനിക ബലത്തിൽ വലിയ ഒരു വളർച്ച ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കേവലം 3000 പേർ മാത്രം ഉണ്ടായിരുന്ന മക്കബായ സൈന്യം ഇപ്പോഴിതാ 10000 പേരായി വളർന്നിരിക്കുന്നു. 40000 പേരോടൊപ്പം ഗോർജിയാസ് കടന്നു വന്ന സ്ഥാനത്ത് ഇപ്പോൾ 60000 പേരോടുകൂടിയാണ് ലിസിയാസ് വരുന്നത്. ചുരുക്കത്തിൽ ഒരു വർഷത്തെ കാലദൈർഘ്യം എടുത്തത് സൈനിക ബലം കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഇത്തവണയും മുൻപിൽ വന്നു നിൽക്കുന്നത് വലിയ ഒരു ശത്രു സൈന്യമാണ്. അന്ത്യോക്യസ് എപ്പിഫാനസ് രാജാവിൻ്റെ യുദ്ധനിപുണനായ ജനറൽ ലിസിയാസ് തന്നെയാണ് സൈന്യത്തെ നയിക്കുന്നത്. ഗോർജിയാസിനോടും സൈന്യത്തോടും ഏറ്റുമുട്ടിയതുപോലെ അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ. അതുകൊണ്ട് മുൻപെന്ന പോലെ, കഴിഞ്ഞ ഏറ്റുമുട്ടലിൽ എന്നതുപോലെ തന്നെ യൂദാസ് മക്കബേയൂസ് തൻ്റെ ജനത്തെയും കൂട്ടി പ്രാർത്ഥന നിരതനാവുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൽ മോശയുടെ കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് യൂദാസ് മക്കബേയൂസ് ഇപ്പോൾ നടത്തുന്നത്. ഇസ്രായേലിൻ്റെ തന്നെ ചരിത്രത്തിലെ ചില യുദ്ധവിജയങ്ങളെ ഈ സമയവും യൂദാസ് മക്കബേയൂസ് ഓർത്തെടുക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ ഓർത്തെടുക്കപ്പെടുന്ന യുദ്ധവിജയങ്ങളെല്ലാം തന്നെ ഫിലിസ്ത്യർക്കെതിരെയുള്ള യുദ്ധവിജയങ്ങളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഉദാഹരണത്തിന് യൂദാസ് മക്കബേയൂസ് പറയുന്നു, അങ്ങയുടെ ദാസനായ ദാവീദിൻ്റെ കരത്താൽ ശക്തനായ പോരാളിയുടെ ആക്രമണം തകർക്കുകയും. ദാവീദിൻ്റെ കരത്താൽ തകർക്കപ്പെടുന്ന ശക്തനായ പോരാളിയുടെ പേര് ഗോലിയാത്ത് എന്നാണ് നമുക്കറിയാം. അയാൾ ഫിലിസ്ത്യരുടെ സൈനിക ബലത്തിൻ്റെ പ്രതീകമായിരുന്ന അതികായനായ ഒരു സൈനികനായിരുന്നു. കേവലം ഒരു കല്ലുകൊണ്ട് ദാവീദ് ആ ഫിലിസ്ത്യനെ, ഗോലിയാത്തിനെ തകർക്കുകയാണ്. സാവൂളിന് പുത്രനായ ജോനാഥൻ്റെയും അവൻ്റെ ആയുധവാഹകൻ്റെയും കരങ്ങളിൽ അങ്ങ് ഫിലിസ്ത്യരുടെ പാളയമേൽപ്പിച്ചു. സാവൂളിൻ്റെ പുത്രൻ ജോനാഥനും ഫിലിസ്ത്യരുടെ ഒരു പാളയത്തെ തന്നെ തകർത്ത് കളയുന്ന സംഭവം ഓർക്കുകയാണ്. ചുരുക്കത്തിൽ ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥയെ ഓർത്തുകൊണ്ട് സാവൂളിൻ്റെ പുത്രൻ ജോനാഥനുമൊക്കെ ഫിലിസ്ത്യർക്ക് മേൽ നേടിയ യുദ്ധവിജയങ്ങളുടെ കഥകൾ ഓർത്തുകൊണ്ട്
ദൈവത്തെ വാഴ്ത്തുകയും തങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ചെയ്യുകയാണ്. യൂദാസ് മക്കബേയൂസിൻ്റെ ന്യായം ഇതാണ്. ഇസ്രായേലിൻ്റെ ഇന്നലകളെ പരിശോധിക്കുമ്പോൾ അത്ഭുതകരമാം വിധത്തിൽ ശത്രു സൈന്യത്തിൻ്റെ മുൻപിൽ ഇസ്രായേൽ ജനം പകച്ചു നിന്നപ്പോഴെല്ലാം ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഇന്നലകളിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. അതിനാൽ ദൈവം ഇന്നും ഇടപെടും. അതുകൊണ്ട് ലിസിയാസിൻ്റെ വലിയ സൈന്യത്തെ കണ്ട് പരിഭ്രമിക്കേണ്ട. വിജയം നൽകുന്നവൻ കർത്താവാണ്. ഇന്നലകളിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. ദൈവം ഇന്നും ഇടപെടും. ഏതായാലും വലിയ ദൈവവിശ്വാസത്തോടെ പ്രാർത്ഥനയുടെ ബലത്തിൽ യൂദാസ് മക്കബേയൂസും സൈന്യവും ലിസിയാസിൻ്റെ സൈന്യവുമായി ഏറ്റുമുട്ടൽ നടത്തുകയാണ്. തീർച്ചയായും മാനുഷിക ബുദ്ധി അനുസരിച്ച്, യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ അസാധ്യമായ ഒരു യുദ്ധവിജയം ഇത്തവണയും യൂദാസ് മക്കബേയൂസിനും കൂട്ടർക്കും ലഭിക്കുകയാണ്. ലിസിയാസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5000 സൈനികർ കൊല്ലപ്പെടുന്നു. യഹൂദരുടെ നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ഒക്കെ കണ്ട് ലിസിയാസ് ഭയന്നോടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ കാര്യമുള്ളത്, 60,000-ഓളം ഭടന്മാർ കൂടെ ഉണ്ടായിരുന്ന ലിസിയാസ് കേവലം 5000 പേർ നഷ്ടപ്പെട്ടപ്പോൾ 55,000 പേരും കൂടെയുള്ള സമയത്ത് തന്നെ എന്തുകൊണ്ടാണ് ഭയന്ന് തിരിച്ചോടിയത് എന്നതിനെക്കുറിച്ച് ഇവിടെ വ്യക്തതയില്ല. എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ച് ലിസിയാസ് പലായനം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് യുക്തിബദ്ധമായ ഒരു വ്യക്തത നമുക്കിവിടെ ലഭിക്കുന്നില്ല. ചരിത്രകാരന്മാർ പറയുന്നത് ഒരുപക്ഷെ ഈ സമയം അന്ത്യോക്കസ് എപ്പിഫാനസ് 4-ാമൻ രാജാവിൻ്റെ മരണവാർത്ത ലിസിയാസിൻ്റെ ചെവിയിലെത്തുകയും അങ്ങനെ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ച് അദ്ദേഹം തിരികെ പോയത് ആയിരിക്കാം എന്നുള്ള ഒരു അനുമാനമാണ് ഉള്ളത്. ഏതായാലും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. 2 യുദ്ധങ്ങളിൽ ഇതാ യൂദാസ് മക്കബേയൂസും കൂട്ടരും വിജയം നേടിയിരിക്കുന്നു. ഗോർജിയാസിനും സൈന്യത്തിനുമെതിരെയും ലിസിയാസിനും സൈന്യത്തിനുമെതിരെയും അവർക്ക് യുദ്ധവിജയം ലഭിച്ചിരിക്കുന്നു. അടുത്തതായി ഈ യുദ്ധവിജയത്തിന് ശേഷം മക്കബായ സൈന്യം, ഇസ്രായേലിയർ അവരെന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തിരുവചനം വായിച്ചുകൊണ്ട് പരിശോധിക്കാം. മക്കബായരുടെ പുസ്തകത്തിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ ഈ സമയം നമുക്ക് ഒന്ന് വായിക്കാം. യൂദാസും സഹോദരന്മാരും പറഞ്ഞു, ഇതാ നമ്മുടെ ശത്രുക്കൾ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പോയി വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കാം. സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവർ സിയോൻ മലയിൽ കയറി ചെന്നു. അവിടെ പരിത്യക്തമായ വിശുദ്ധ മന്ദിരവും അശുദ്ധമാക്കപ്പെട്ട ബലിപീഠവും അഗ്നിക്കിരയായ വാതിലുകളും അവർ കണ്ടു. മലകളിലോ കാടുകളിലോ എന്ന പോലെ അങ്കണങ്ങളിൽ കുറ്റിച്ചെടികൾ വളർന്നു നിന്നിരുന്നു. പുരോഹിതന്മാരുടെ മുറികൾ തകർന്നു കിടക്കുന്നു. അവർ വസ്ത്രം കീറി ഉച്ചത്തിൽ വിലപിക്കുകയും ചാരം പൂശുകയും ചെയ്തു. അവർ കമിഴ്ന്നു വീണു. സൂചകകാഹളം മുഴക്കുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു. അനന്തരം താൻ അശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുന്നത് വരെ കോട്ടയിലുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യാൻ യൂദാസ് കുറേ പേരെ നിയോഗിച്ചു. നിഷ്കളങ്കരും നിയമത്തോട് കൂറുള്ളവരുമായ പുരോഹിതന്മാരെ അവൻ തിരഞ്ഞെടുത്തു. അവൻ വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുകയും അശുദ്ധമാക്കപ്പെട്ട കല്ലുകൾ ശുദ്ധമല്ലാത്ത ഒരു സ്ഥലത്ത് മാറ്റിവെക്കുകയും ചെയ്തു. 2 യുദ്ധവിജയങ്ങൾക്ക് ശേഷം ഗോർജിയാസിനും ലിസിയാസിനും അവരുടെ സൈന്യങ്ങൾക്കും മേലുള്ള യുദ്ധവിജയങ്ങൾക്ക് ശേഷം ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ പുനഃപ്രതിഷ്ഠയുടെ സമയമാണ്.
നമുക്കറിയാം, ഗോർജിയാസിന് മേലുള്ള യുദ്ധവിജയത്തിന് ശേഷം മക്കബായർ തിരികെ പോകുന്നത്, ഒരു തീർത്ഥാടനം എന്ന പോലെ തിരികെ പോകുന്നത് മിസ്പായിലേക്കാണെങ്കിൽ, ഇപ്പോൾ ലിസിയാസിനെതിരെയുള്ള യുദ്ധവിജയത്തിന് ശേഷം അവർ പോകുന്നത് ജെറുസലേമിൽ കർത്താവിൻ്റെ തകർന്നു കിടക്കുന്ന ആലയത്തിന് അടുത്തേക്കാണ്. കർത്താവിൻ്റെ തകർന്നു കിടക്കുന്ന ആലയം, ജെറുസലേമിലെ ദേവാലയം നവീകരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്നത് ഹൃദയഭേദകമായ കാര്യങ്ങളാണ്. സോളമൻ രാജാവ് പണികഴിപ്പിച്ച പ്രൗഢമായ ദേവാലയം, ഒരു കാലത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ഉറപ്പിച്ച ദൈവത്തിൻ്റെ സങ്കേതം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. മുള്ളും കാടും കയറി നശിച്ചു കിടക്കുന്ന ആ ദേവാലയത്തിലേക്ക് നോക്കി അവർ കരഞ്ഞു. അവർ വസ്ത്രം കീറി ഉച്ചത്തിൽ വിലപിക്കുകയും ചാരം പൂശുകയും ചെയ്തു. അവർ കമിഴ്ന്നു വീണു, സൂചകകാഹളം മുഴക്കുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു. ജെറുസലേം ദേവാലയത്തിൻ്റെ തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ സങ്കടപ്പെടുന്ന ജനത്തെ നമ്മളിവിടെ കാണുകയാണ്. വസ്ത്രങ്ങൾ കീറി ചാരം ധരിച്ച് കമിഴ്ന്നു വീഴുക, ഇതെല്ലാം ഇസ്രായേൽ ജനത്തിൻ്റെ ദുഃഖാചരണത്തിൻ്റെ രീതികളാണ്. ഈ വിലാപം അവർ ഒരു സമൂഹമെന്ന നിലയിൽ ഒരുമിച്ച് ദുഃഖിച്ച് അവർ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിന് മുൻപിൽ നിൽക്കുകയും എത്രയും വേഗം തന്നെ ദൈവമായ കർത്താവിൻ്റെ തകർന്നു കിടക്കുന്ന ആലയത്തെ വിശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതിനുവേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ദൈവമായ കർത്താവിൻ്റെ ദേവാലയത്തിൻ്റെ മുൻപിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് നാലാമൻ പണികഴിപ്പിച്ച സേവൂസ് ദേവൻ്റെ ആ ബലിപീഠത്തെ അവർ തകർത്ത് കളഞ്ഞു. അശുദ്ധമായ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട അശുദ്ധമായ ആ ബലിപീഠത്തിലെ കല്ലുകൾ പോലും മറ്റൊരിടത്തേക്ക് മാറ്റി, ഒരു അശുദ്ധമായ ഇടത്തേക്ക് മാറ്റി സൂക്ഷിക്കുകയാണ്. അതിനുശേഷം പുതിയ ബലിപീഠം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നു. അതാണ് തുടർന്ന് വരുന്ന വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. നമുക്ക് 4-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 47 വരെയുള്ള വചനം കൂടി ഒന്ന് വായിക്കാം. അശുദ്ധമാക്കപ്പെട്ട ദഹനബലിപീഠം എന്തു ചെയ്യണമെന്ന് അവർ ആലോചിച്ചു. വിജാതിയർ അശുദ്ധമാക്കിയ ബലിപീഠം തങ്ങൾക്ക് ആക്ഷേപകരമായി തീരാതിരിക്കേണ്ടതിന് അത് നശിപ്പിച്ചു കളയുക തന്നെയാണ് വേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. അതനുസരിച്ച് അവർ അത് തച്ചുടയ്ക്കുകയും അതിൻ്റെ കല്ലുകൾ എന്തു ചെയ്യണമെന്ന് ഒരു പ്രവാചകൻ വന്ന് നിർദ്ദേശിക്കുന്നത് വരെ അവ ദേവാലയം സ്ഥിതി ചെയ്യുന്ന കുന്നിൽ തന്നെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് അവർ നിയമം നിർദ്ദേശിക്കുന്ന പ്രകാരം ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ട് മുൻപത്തേതുപോലെ ഒരു ബലിപീഠം നിർമ്മിച്ചു. ദേവാലയത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ തുടരുന്ന ഭാഗമാണിത്. പ്രത്യേകിച്ച് അശുദ്ധമാക്കപ്പെട്ട ഹോമയാഗ ബലിപീഠത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന നിർണായക തീരുമാനത്തെക്കുറിച്ച് ഇവിടെ വിവരിക്കുകയാണ്. സെലൂക്യരും അവരെ പിന്തുണച്ചിരുന്ന വഞ്ചകരായ യഹൂദരും സ്ഥാപിച്ച ബലിപീഠം മക്കബായർ തകർത്തു കളഞ്ഞു. ദഹന ബലിപീഠവും അവർ തകർത്തു. അപഹരിക്കപ്പെട്ട വിശുദ്ധ പാത്രങ്ങൾക്ക് പകരം വേറെ പാത്രങ്ങൾ കൊണ്ടുവന്നു. ആരാധനയിലും ദേവാലയത്തിലും കടന്നുകൂടിയ മ്ലേച്ഛതകളെല്ലാം റദ്ദു ചെയ്യപ്പെടുകയാണ്. അങ്ങനെ അശുദ്ധമാക്കപ്പെട്ട അശുദ്ധ ബലിപീഠത്തിൻ്റെ കല്ലുകൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് അവരുടെ ഇടയിൽ ആലോചനയുണ്ടായി. അവിടെ പറയുന്ന ഒരു ശ്രദ്ധേയമായ കാര്യം ഇപ്രകാരമാണ്: അതിൻ്റെ കല്ലുകൾ എന്തു ചെയ്യണമെന്ന് ഒരു പ്രവാചകൻ വന്ന് നിർദ്ദേശിക്കുന്നത് വരെ, ഒരു പ്രവാചകൻ വന്ന് അശുദ്ധമാക്കപ്പെട്ട കല്ലുകളെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷ ഈ മക്കബായരുടെ കാലത്ത് ജനത്തിന് ഉണ്ടായിരുന്നു. ഇത്
മലാക്കി പ്രവാചകൻ്റെ കാലത്തിന് ശേഷം ദൈവത്തിൻ്റെ ജനം അനുഭവിച്ച ദൈവിക സന്ദേശങ്ങളുടെ നിശബ്ദതയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഴയ നിയമ ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകനായിരുന്ന മലാക്കി പ്രവാചകൻ്റെ കാലത്തിന് ശേഷം ഏതാണ്ട് 400 വർഷങ്ങൾ നീളുന്ന ഒരു നിശബ്ദതയാണ്. ഈ 400 വർഷങ്ങളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ ജനത്തോട് സംസാരിക്കുന്നില്ല. ദൈവം തൻ്റെ ഹിതം തൻ്റെ പ്രവാചകന്മാരിലൂടെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. പിന്നീട് 400 വർഷങ്ങളുടെ നിശബ്ദതയ്ക്ക് ശേഷം സ്നാപക യോഹന്നാനിലൂടെയാണ് മറ്റൊരു പ്രവാചകൻ ദൈവജനത്തിൻ്റെ മധ്യേ ഉദയം ചെയ്യുന്നത്. അപ്പോൾ അതുവരെ പ്രവചനങ്ങളുടെ അഭാവത്തിൽ ജനം ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവഹിതമറിയാനുള്ള ഒരു കാത്തിരിപ്പിൻ്റെ കാലമായിരുന്നു മക്കബായരുടെ കാലം എന്നുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നിശബ്ദതയുടെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്. പ്രവാചകനായി കാത്തിരിക്കുന്ന ഒരു ജനം. പ്രവാചകനായി അവർ കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ സമയത്തെയും മാർഗനിർദ്ദേശത്തെയും ബഹുമാനിക്കുന്ന ആ ജനത്തിൻ്റെ ഭക്തരുടെ ഹൃദയഭാവങ്ങളെ കൂടി നമുക്ക് വെളിവാക്കുകയാണ്. ദൈവസ്വരത്തിനായി അവർ ക്ഷമയോടെ കാത്തിരുന്നു. 400 വർഷങ്ങളുടെ നിശബ്ദതയുടെ ഇടയിലും ദൈവസ്വരത്തിനായി ദൈവസ്വരത്തിൻ്റെ വക്താവായി കടന്നു വരുന്ന ഒരു പ്രവാചകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനത്തെ നമുക്ക് ഇവിടെ കാണാം. ദൈവസ്വരത്തിനായി ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് ഇവരുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഹോമയാഗം അർപ്പിക്കുന്നതിനുള്ള ഒരു പുതിയ ബലിപീഠം അവർ നിർമ്മിക്കുന്നു. ഇങ്ങനെ പുതിയ ബലിപീഠം നിർമ്മിക്കുമ്പോൾ അവർ പഴയ മാതൃക തുടരുകയും ചെയ്യുന്നുണ്ട്. അതായത് ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ട് മുൻപത്തേതെന്ന പോലെ പഴയ മാതൃക അനുസരിച്ച് അവർ ഈ പുതിയ ബലിപീഠം പണിയുകയാണ്. അതായത് ഒരു ആരാധനാക്രമത്തിൽ, ആരാധനയുടെ അനുഷ്ഠാന ഭാഗത്ത് അവർ ഒരു പുതുമ കൊണ്ടുവരുന്നു, ഒരു പുതിയ ബലിപീഠം പണിയുന്നു. എന്നാൽ പഴയ ചില കാര്യങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നു. തോറായിലെ ചില നിർദ്ദേശങ്ങളെ, നിയമങ്ങളെ അവർ നിലനിർത്തുകയും ചെയ്യുന്നു. ഇത് വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ തുടർച്ച വഹിക്കുന്നതിനോടൊപ്പം തന്നെ ആവശ്യമായ പുതുക്കൽ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം കൂടെ കാണിക്കുകയാണ്. അതായത് വിശ്വാസത്തിൻ്റെ പാരമ്പര്യങ്ങൾക്ക് തുടർച്ചയുണ്ടാകുന്നതോടൊപ്പം തന്നെ വിശ്വാസം തീക്ഷ്ണമായി നിലനിൽക്കുന്നതിന് അത് പുതിയ രീതിയിൽ അവതരിപ്പിക്കുക കൂടെ വേണം എന്ന കാര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അടുത്തതായി ഇപ്രകാരം പുതുതായി നിർമ്മിക്കപ്പെട്ട ബലിപീഠത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തുന്ന ചടങ്ങാണ് 4-ാം അധ്യായത്തിൻ്റെ 48 മുതൽ 54 വരെയുള്ള തിരുവചന ഭാഗത്ത് നമുക്കത് കാണാം. വിശുദ്ധ സ്ഥലവും ദേവാലയ അന്തർഭാഗവും വീണ്ടും നിർമ്മിക്കുകയും അങ്കണങ്ങൾ വിശുദ്ധീകരിക്കുകയും ചെയ്തു. അവർ വിശുദ്ധ പാത്രങ്ങൾ പുതുതായി ഉണ്ടാക്കി വിളക്കുകാലും ധൂപപീഠവും മേശയും ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അവർ പീഠത്തിൽ ധൂപമർപ്പിക്കുകയും വിളക്കുകാലിലെ ദീപങ്ങൾ തെളിക്കുകയും ചെയ്തു. ദേവാലയത്തിനുള്ളിൽ പ്രകാശം പരന്നു. അവർ അപ്പം മേശമേൽ വെച്ചു തിരശ്ശീലയിടുകയും ചെയ്തു. അങ്ങനെ തുടങ്ങിയ പ്രവൃത്തികളെല്ലാം അവർ പൂർത്തിയാക്കി. 148-ാം വർഷം 9-ാം മാസമായ കിസ്ലേവിൻ്റെ 25-ാം ദിവസം അവർ അതിരാവിലെ ഉണർന്ന് പുതുതായി പണിത ദഹനബലിപീഠത്തിന്മേൽ വിധിപ്രകാരം ബലിയർപ്പിച്ചു. വിജാതീയർ ബലിപീഠം അശുദ്ധമാക്കിയതിൻ്റെ വാർഷിക ദിവസത്തിൽ തന്നെ ഗാനാലാപത്തോടും വീണ, കിന്നരം, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടും കൂടെ അവർ അതിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തി. BC 164 അന്ത്യോക്യസ് എപ്പിഫാനസ് 4-ാമൻ ജെറുസലേം ദേവാലയത്തിന് മുൻപിൽ സേവൂസ് ദേവന് ഒരു ബലിപീഠം സ്ഥാപിക്കുകയും ആ ബലിപീഠത്തിൽ പന്നികളെ, അതായത് യഹൂദ നിയമമനുസരിച്ച് നികൃഷ്ടമായ മൃഗത്തെ ബലി നൽകുകയും ചെയ്ത് ആ ദേവാലയത്തെ അശുദ്ധമാക്കിയതിന് ശേഷം 3 വർഷങ്ങൾ കഴിയുമ്പോൾ ഇതാ
മക്കബായരുടെ നേതൃത്വത്തിൽ ഇസ്രായേലിയർ ആ ദേവാലയം തിരിച്ചു പിടിക്കുകയും ആ ദേവാലയത്തെ പുനഃപ്രതിഷ്ഠിക്കുകയും ആ ദേവാലയത്തിലെ ബലിപീഠത്തെ വീണ്ടും ദൈവമായ കർത്താവിന് സമർപ്പിക്കുകയും ചെയ്യുകയാണ്. 9-ാം മാസമായ കിസ്ലേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നവംബർ ഡിസംബർ മാസങ്ങളുടെ സമയത്ത് ദൈവം ഇടപെടുകയും അവർ ഈ പുനഃപ്രതിഷ്ഠ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ദൈവം ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നു എന്ന കാര്യം ഇവിടെ സുവിദിതമാകുന്നു. ദേവാലയം അശുദ്ധമാക്കപ്പെട്ടിട്ട് കൃത്യം 3 വർഷം തികയുന്ന അതേ ദിവസം അത് പുനഃപ്രതിഷ്ഠിക്കപ്പെടാൻ ഇടയായി. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മനുഷ്യൻ തകർത്തതെല്ലാം ദൈവത്തിൻ്റെ സമയത്തിൽ പുനഃപ്രതിഷ്ഠിക്കപ്പെടും എന്ന വിശ്വാസം കൂടി ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. ദേവാലയം പ്രകാശം കൊണ്ട് നിറഞ്ഞു. ദൈവമായ കർത്താവിൻ്റെ മഹത്വം കൊണ്ട് ഈ ദേവാലയം നിറയുകയാണ്. ഇനി ഈ ദേവാലയത്തെ മക്കബായരുടെ നേതൃത്വത്തിൽ സുന്ദരമാക്കുന്നതും സുരക്ഷിതമാക്കുന്നതുമാണ് അടുത്ത വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം.